ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പോഞ്ച് പോലെയുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുട്ടയൊന്നും ചേർക്കാതെയാണ് ഈ പ്ലം കേക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ എഗ്ലെസ് പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത് 3ഉം കൂടി കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കാഷ്യൂ നട്ട്സ് പൊടിച്ചതും കൂടി അത് 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നിന്നും കുറച്ച് ഞാനെടുത്ത് മാറ്റുകയാണ്. കേക്കിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ആ മൈദയിൽ നിന്നും 1 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഏറ്റവും അടിയിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഉരുകി വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈര് തന്നെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതും ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്ത് അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്ത ശേഷം കുറച്ച് മൈദാപ്പൊടി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു തവ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പുപൊടി വിതറി കൊടുക്കുകയാണ്. ഉപ്പുപൊടി ഒരേ ലെവലിലൊന്ന് നിരത്തി കൊടുക്കാം. 5 മിനിറ്റ് സമയം നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മൈദാക്കൂട്ടിലേക്ക് അടിച്ചു വെച്ചിരുന്ന ആ പഞ്ചസാരയും തൈരും പാലും എല്ലാം കൂടെ ചേർന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പല വിധത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കുറേശ്ശെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച കാരമൽ സിറപ്പ് റൂം ടെമ്പറേച്ചറിലായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മളിതിൽ ചേർക്കാനുള്ള എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞ ഓറഞ്ച് തൊലിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മൈദ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഉണക്ക മുന്തിരിങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബ്ലാക്ക്, യെല്ലോ ഇത് ചേർത്ത് പതുക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ കുക്കറിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കേക്കിൻ്റെ കൂട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ തവയിലേക്ക് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുകയാണ്.
കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വെയിറ്റ് ഇടാൻ പാടില്ല കേട്ടോ. അടച്ചു വെച്ച ശേഷം വെയിറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 40-45 മിനിറ്റ് സമയം വേവിച്ചെടുക്കണം. ആദ്യത്തെ 20 മിനിറ്റ് സമയമാകുമ്പോഴേക്കും നമുക്ക് കുക്കറൊന്ന് തുറന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ നട്ട്സൊക്കെ, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് വേവാനായിട്ട് മൊത്തം ഒരു 50 മിനിറ്റ് സമയം വേണ്ടി വന്നു. അതിനുശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുത്തി നോക്കുകയാണ്. സ്റ്റിക്കിലൊന്നും പിടിക്കുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം നമുക്ക് ഈ ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റ് മുകളിലേക്ക് വെച്ച് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കാം. മുകൾ വശം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അടിയിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പിടിച്ചിട്ടില്ല. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള എഗ്ലെസ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.